ഹായ്, ഇറ്റ്സ് മീ മുംതാസ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലക്കിനെ പറ്റിയിട്ടാണ് കേട്ടോ. പലരും പറയാറുണ്ട് ഞാൻ ഭയങ്കര ഭാഗ്യമുള്ള ആളാണ്, എനിക്ക് എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ ചിലർ തിരിച്ചു പറയും ഞാൻ അത്ര ഭാഗ്യമില്ലാത്ത ആളാണ്, എനിക്കൊന്നും കിട്ടുന്നില്ല, ബാക്കിയുള്ളവർക്ക് എല്ലാം കിട്ടുന്നു, എനിക്കൊന്നും കിട്ടുന്നില്ല. എന്തിനാ നമ്മളെപ്പോഴും ഈ ഭാഗ്യത്തെ പ്രതീക്ഷിച്ചിരിക്കണേ? അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 17 വർഷമായി. ഞങ്ങൾക്ക് 13 വർഷം കഴിഞ്ഞിട്ടാണ് മോളുണ്ടാവുന്നത്. ആ ടൈമിൽ ഞാൻ ഒരു 3 months എനിക്ക് ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ലേറ്റ് പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ 3 months കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട്, നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം വൈഫിനായിട്ട് വന്ന് നമ്മളെ കാണാൻ വന്നതാണ്. സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, മുന്താസേ തീർന്നല്ലേ, അടിച്ചു പൊളിച്ച് നടക്കുകയായിരുന്നു, ലൈഫ് തീർന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്താ ഇപ്പം ഇവനി പറയണേ? പക്ഷെ അന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ ലൈഫ് തീരില്ല എന്നും നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കണം എന്നെന്റെ മനസ്സിലുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ലാതെ ആ 3 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ പതിയെ അകത്തൊക്കെ നടക്കാൻ പറ്റി തുടങ്ങി. പിന്നെ 6 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത ഡിസ്റ്റൻസിലൊക്കെ ട്രാവൽ ചെയ്യാൻ കുഴപ്പമില്ലാന്ന് വന്നപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാൻ പോക്ക് തുടങ്ങി. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ട്യൂഷൻ എടുക്കാൻ പോകുമായിരുന്നു. കാരണം എനിക്ക് നിർബന്ധമായിരുന്നു, ഞാൻ ഈ റൂമിൽ ഇങ്ങനെ ചടഞ്ഞിരുന്ന് എൻ്റെ കുഞ്ഞു അതുപോലെ ചടഞ്ഞു പോകരുത്. സോ ഞാൻ ആക്റ്റീവായിട്ടിരിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമായിരുന്നു. ഞാൻ അന്ന് ഈ ടോട്ട്സിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഈ പ്രഗ്നൻസി വെച്ചുകൊണ്ട് തന്നെ ആ ട്രെയിനിങ് സെഷൻസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു, ക്ലാസ്സസ് എടുക്കുമായിരുന്നു. പക്ഷേ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഞാൻ, മോൾക്ക് 3 മാസം ഉള്ളപ്പോഴാണ് ലാസ്റ്റ് സെഷനും എടുത്ത് ലൈഫ് സ്കിൽ കോച്ചായിട്ടുള്ള NSCSന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ കുഞ്ഞിനെ വെച്ച് എനിക്ക് അതും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ പതിയെ യൂട്യൂബിൽ വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്തു. ലോങ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ലെങ്കിലും ഷോർട്ട് ആയിട്ടെങ്കിലും നമ്മുടെ പ്രസൻസ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു, എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു 1.5 വയസ്സൊക്കെ മോൾക്ക് ആവണ സമയമായപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നു. അപ്പോൾ ജോലി വിട്ട് നാട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ പോയിട്ട് 3 മാസം നിന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് ശരിയാവില്ല, തിരിച്ചു വരണം. അഗെയിൻ തിരിച്ചു വന്ന് മോളെയും വെച്ച് വീണ്ടും ചെയ്തിരുന്ന എല്ലാ ആക്ടിവിറ്റീസും പണ്ടത്തെ പോലെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഭാഗ്യം വരും പോകും എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ എൻ്റെ ഒരു കാര്യം നടക്കില്ലായിരുന്നു. അന്നാ പറഞ്ഞ ഫ്രണ്ട് ഇപ്പോഴും ചിലപ്പോൾ അസൂയയോടെ നോക്കിക്കാണുന്നുണ്ടായിരിക്കാം, എനിക്കറിയില്ല. പ്രതിസന്ധികൾ ഉണ്ടാവും, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഒരു കുഞ്ഞു ബേബിനെ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യലൊന്നും അത്ര ഈസി ഒന്നും അല്ല. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ വിധിയിലും ഭാഗ്യത്തിലും മാത്രം വിശ്വസിക്കാതെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും സക്സസ് ഉണ്ടാവും. സോ ഡോണ്ട് ബിലീവ് ഇൻ ലക്ക്, ബിലീവ് ഇൻ ഹാർഡ് വർക്ക്. നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. അതെപ്പോഴും മനസ്സിൽ വെക്കുക. ഹാപ്പി ആയിട്ടിരിക്കുക.